ട്രെയിൻ യാത്രയെല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് നല്ല ഫുഡ് അടിക്കണ്ടേ? എവിടുന്ന് കഴിക്കുന്നത്? നമുക്ക് ലഞ്ച് ഹൗസിൽ പോയാലോ? തലശ്ശേരിയിൽ ഭയങ്കര ഇപ്പം സംസാര വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ലഞ്ച് ഹൗസ്. ലഞ്ച് ഹൗസിലുള്ള മീൻ പൊരിച്ചാലും ഇങ്ങനെ വേറ് കളിയാന്ന് പറഞ്ഞ് നമുക്ക് അങ്ങോട്ട് പോയാലോ അല്ലേ? അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇന്ന് നമുക്ക് തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിലുള്ള ലഞ്ച് ഹൗസിലേക്ക് പോകാം. കയറിക്കോ. നമ്മൾ വന്ന ട്രെയിന് തിരിച്ചു പോകുന്ന വെച്ചാണ് ഇപ്പോൾ കേട്ടത്. നമുക്കൊരു കാര്യം ചെയ്യാം, വണ്ടി നേരെ ലഞ്ച് ഹൗസിലേക്ക്. ഇതാ നമ്മുടെ ലഞ്ച് ഹൗസ്. അപ്പം ബിസിയാകാൻ പോകുന്നേ ഉള്ളൂ, 1 മണിയാണ്. വാ. എന്തല്ല സുഖന്നില്ലേ? അതെന്താ കാണണ്ട്? ഇങ്ങളാ നമ്മൾ അറിയില്ലേനു. അപ്പൊ കഴിക്കാൻ എന്തൊക്കെയുള്ളത്? ഫിഷെല്ലാം റെഡിയാ? എന്തെല്ലാം ഫിഷുകളെ? മുട്ടുണ്ട്? ഈ മുട്ടുണ്ടോ? പിന്നെ മട്ടൺ ചാപ്സ് ഉണ്ട്, മട്ടൺ ലിവർ ഉണ്ട്, മട്ടൺ തലയുണ്ട്, ബീഫ് ഫ്രൈ ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാല് ചോറ് തിന്നാൻ വേണ്ടി വരരുത്, ഇവിടെ മീൻ തിന്നാൻ വേണ്ടി വരണം. മീനും അതുപോലെ ഇവിടെ മട്ടന്റെ കുറെ സ്പെഷ്യലും അതുപോലെ ചിക്കനിലെ കാടമുട്ട റോസ്റ്റ് എല്ലാവരും, പിന്നെ ചെറിയ മാന്ത, ചെറിയ മത്തി, നെത്തല്, വേളൂരി, എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള, അതായത് കടലിലും കരയിലും ഉള്ള ചെറുത് മുതൽ വലിയ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. അപ്പം ബിജിൽ ഭായിന്റെ ഈ ഒരു ലഞ്ച് ഹൗസിലേക്ക് നിങ്ങൾ വരണോ വരണ്ടോ എന്നുള്ളത് ഞാൻ കഴിച്ചിട്ട് പറയാം. നമ്മ സ്കൂളിൽ പോയാ ഇന്നലെ അക്ഷരേ. മീനുകളൊക്കെ ഇങ്ങനെ പൊരിച്ച് വെച്ചിരിക്കുകയാണ്. ഞണ്ട്, ചെമ്മീൻ, മുട്ട, കാടമുട്ട, നെത്തരി, മാന്ത, തെരണ്ടി എല്ലാം റെഡിയാണ്. ലൈവായിട്ട് ഫ്രൈ ചെയ്ത് നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ അവിടേക്ക് തലശ്ശേരിക്കാരുടെ ഇടയിൽ ലഞ്ച് ഹൗസ് ഭയങ്കരമായിട്ട് ഇങ്ങനെ സംസാര വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ചാനൽ വഴിയും കാണിച്ചില്ലെങ്കിൽ മോശമല്ലേ? നമ്മുടെ നാട്ടുകാരാണ്, നമ്മുടെ നാട്ടുകാരെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കുറേ വെറൈറ്റി സീ ഫുഡ് ഐറ്റംസ് കഴിക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, എന്തെല്ലാം അസുഖമൊന്നുമില്ലേ? ഭക്ഷണം കഴിച്ചാൽ യെസ്. അപ്പോൾ നമുക്ക് ആദ്യം തുടങ്ങാം. പപ്പടം, കുറുവയുണ്ട്, പൊന്നിയുണ്ട് കേട്ടോ. ബിരിയാണി ഉണ്ട് ഇവിടെ? ബിരിയാണി ഉണ്ട്. ഓക്കെ, ബിരിയാണി ഉണ്ട് കേട്ടോ. അപ്പം കുറുവരി ചോറിൽ നമുക്ക് തുടങ്ങാം. കുഴിയൊക്കെ കുഴിച്ച് നോക്കാം. ഒരു കുഴി സാമ്പാറിനും ഒരു കുഴി മീൻ കറി ഒഴിച്ചോ. താങ്ക് യു. പാൽക്കപ്പ ഉണ്ട് കേട്ടോ. പാൽക്കപ്പ, അച്ചാറ്, വറവ്, രസം, പായസവും പിന്നെ കാച്ചിയമോരല്ലേ? പായസവും കാച്ചിയമോരും മസ്റ്റ് ട്രൈ ചെയ്യേണ്ട സാധനമാണ്. അടപ്രഥമനുണ്ട്. എന്നൊരു കാര്യം ചെയ്യും, ഒന്ന് അടിയെടുത്തോ. പിന്നെ ഇത് പോകുമ്പോൾ കാച്ചിയമോരും തന്നു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചോറ് കഴിക്കാനായിട്ട് വരരുത്. നമ്മളിവിടെ സീ ഫുഡും ഇവരുടെ ചിക്കനും മട്ടനും ഇതൊക്കെ കഴിക്കാനാണ് വരുന്നത്. അപ്പോൾ എല്ലാം നമുക്ക് ട്രൈ ചെയ്യാം. എല്ലാം നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെറിയ ചെറിയ പോർഷനായിട്ടാണ് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ പറഞ്ഞാൽ തീരൂല, അത്രയും സാധനങ്ങൾ ഇവിടെ ഇതാ റെഡിയുണ്ട്. ഞണ്ട്, ഓഫ് ഞണ്ടാ. ഇലവക്ക സ്ഥലങ്ങളിൽ ഷായത സാമ്പാറും മീൻകറിയും കൂടാണ്ട് പച്ചക്കറി ഉണ്ടല്ലേ? എന്ന് ചോദിച്ചോ. അപ്പോൾ ഒരു കുഴി കൂട്ടിക്കൊണ്ടിരുമല്ലോ, കുറച്ചുകൂടി ചോദിച്ചോ. സെറ്റ്. ഇത് എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നല്ലേ മൊത്തം കൺഫ്യൂഷനിലാണ്. ഞാൻ അവരോട് പറഞ്ഞ് ഉള്ള എല്ലാ സാധനവും എടുത്തു. പക്ഷേ ഇത്രത്തോളം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ചോറ് കൂടിപ്പോയോ എന്നൊരു സംശയം. കാരണം ഇത്രയും ചോറിൻ്റെ ഒരുമിച്ച് ഇത്രയും മീൻ കഴിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിബിൾ അല്ല. ഇത്രയും മീനിൻ്റെ ഒരുമിച്ച് കുറച്ച് ചോറ് കഴിക്കാനാണെങ്കിൽ ഇങ്ങോട്ടേക്ക് വരിക. അയക്കൂറ പൊരിച്ചടക്കം റെഡി കേട്ടോ. ഇത് എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നുള്ള കൺഫ്യൂഷനില്ല. നീ എവിടെ തുടങ്ങുന്നത്? കല്ലൂർ തുടങ്ങിക്കോ. അപ്പോൾ പിന്നെ പരിപാടി നമുക്ക് തുടങ്ങാം. എന്തായാലും സംഗതി സെറ്റാണ് കേട്ടോ. കാരണം എല്ലാം സീ ഫുഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും അതുപോലെ ചിക്കൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും മട്ടൺ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് മട്ടൻ്റെ ബ്രെയിനാണിത്. ഇതുണ്ടോ മട്ടൺ ബ്രെയിൻ. ഇന്നലെ ആരോ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മട്ടൺ കിട്ടുന്ന സ്പോട്ട് എവിടെയാണ്. കഴിച്ചോട്ടെ. ഓ ഓ അടിപൊളി കേട്ടോ. ഒരു രക്ഷയില്ലാത്ത മട്ടൺ പൊളി.
അപ്പോൾ നമുക്ക് ആദ്യം ചോറ് കഴിക്കാം. സാമ്പാർ നോട്ടങ്ങളുണ്ട്. സാമ്പാർ കാണുമ്പോൾ എനിക്ക് ചോറ് കഴിക്കാൻ തോന്നുന്നുണ്ട്. കാരണം നല്ല സാമ്പാറാന്ന് തോന്നുന്നുണ്ട്. കഴിച്ചോട്ടെ. നല്ല തിക്കുള്ള സാമ്പാർ കേട്ടോ. മീൻകറി ആവട്ടെ. മീൻകറിയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. ആ ഒരു തരത്തിലുള്ള മീൻകറി ഉണ്ടോ? ആ ഒരു അരവൊക്കെ കണ്ടോ? ഓക്കെ, അധികം സ്പൈസി ഒന്നുമില്ല. പച്ചക്കറി നമുക്ക് അറ്റാക്ക് ചെയ്യാം. തുടങ്ങാം. പാൽക്കപ്പ ഉണ്ട്. പാൽക്കപ്പ ഇതാ. നമ്മുടെ തലശ്ശേരിയിൽ പാൽക്കപ്പ വളരെ കുറവാട്ടോ. അങ്ങനെ ഉണ്ടാവില്ല പാൽക്കപ്പ. എങ്ങനെയുണ്ട് കാര്യം പോയി? സൂപ്പറാ. കൂടുതൽ അത് എരിവില്ല അല്ലേ? കാശ്മീരി മുളക് പൊടിയാണ്. അത് എരിവൊന്നുമില്ല. വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്തുകൊണ്ട് തന്നെ ആ വെളിച്ചെണ്ണൻ്റെ ഫ്ലേവറും അത് കാശ്മീരി മുളകിൻ്റെ ആ ഒരു ടേസ്റ്റും കറക്റ്റ് നല്ല രീതിയിൽ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഓവർ കുക്കല്ല, അണ്ടർ കുക്കല്ല, നല്ല സോഫ്റ്റായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു വട്ടം മുരി മുട്ടയല്ലേ ഇത്? മുട്ടല്ലേ? ഫിഷ് മുട്ട. നമ്മൾ ആദ്യം ചോദിക്കുന്ന സാധനം ഇതാണ്. ഈ മുട്ട ഉണ്ടോ? വേളൂരി കേട്ടോ. മാന്തയ്ക്ക് ചോറ് തിന്നാൻ പറ്റില്ല. ഇവിടെ വന്നാൽ ചോറ് തിന്നാൻ പറ്റില്ല. കാരണം ഇവിടെ വന്ന് ഞാൻ മീൻ കഴിച്ചോളാം. അങ്ങനെ കടിച്ചു തിന്നാം. അത്രയും മുരിഞ്ഞിട്ടുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. അയക്കൂര മറന്നു കേട്ടോ. കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് പൊട്ടിച്ച് സെറ്റാക്കി പൊരിച്ചെടുത്ത അയക്കൂറയാണ് അല്ലേ? കറിവേപ്പില ഇങ്ങനെ കൂട്ടിയിട്ട് ഇങ്ങനെ എടുക്കുക. പൊളി കിടക്കുന്ന കടുപ്പ് വേണ്ട. ഉറങ്ങാം. എന്താ സാധനം ഇത്? ചെമ്പല്ല കേട്ടോ. ഉറങ്ങാണ്. ഉറങ്ങിയാലും നമ്മൾ വിടൂല. ഇതാ അയക്കൂറ, ചെമ്മീൻ, കല്ലുമുക്കായും എല്ലാം സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഇത് ഞണ്ട്. ചോറ് അടങ്ങിയിട്ടില്ല കേട്ടോ. ചോറ് കുറച്ചിട്ടാൽ മതിയിരുന്നു. ചോറ് വേണ്ടില്ല. ഞണ്ട് അത്രയും പൊരിച്ചുകൊണ്ട് കടിച്ച് തിന്നാം. ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞു. നമ്മുടെ ലഗോൺ കോയിൻ്റെ പാർട്സ് കേട്ടോ. ഇതേ മുട്ടക്കിൻ്റെ അകത്ത് കിടക്കുന്നുണ്ടോ? ലിവർ. ഇത് ലിവറാണേ. ബീഫുണ്ട്. ഞാൻ ശ്രദ്ധിച്ചതല്ലോ, ഒന്നും അധികം സ്പൈസി അല്ല. നല്ല സോഫ്റ്റ് സ്പൈസി ആയതുകൊണ്ട് നമുക്ക് കഴിച്ചുകൊണ്ട് എടുക്കാൻ തോന്നുന്നുണ്ട്. ഭയങ്കര എരിവൊന്നുമില്ല. ചിക്കൻ ഉച്ചയ്ക്ക് ഞാൻ അങ്ങനെ ചിക്കൻ കഴിക്കാറില്ല. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടം മീൻ കഴിക്കാൻ ഇഷ്ടം. പിന്നെ ഇവരെ സ്പെഷ്യൽ തെരണ്ടി മുളക് കേട്ടോ. തെരണ്ടിക്കറി വെച്ചാൽ പിന്നെ അതിന് വേറൊരു ടേസ്റ്റാണ്. കുറച്ച് ചോറ് ഇന്നല്ലേ? നീ കഴിക്കുന്നില്ലേ? കഴിച്ചോ, മീനൊക്കെ കഴിച്ചോ. മുട്ട റോസ്റ്റ് അടക്കം ഉണ്ട് കേട്ടോ. രാവിലെ നമ്മൾ കഴിക്കുന്ന മുട്ട റോസ്റ്റ് അടക്കം ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, പരിപാടി തുടങ്ങാം. ഇത് തലച്ചോറ്, മട്ടൻ തലച്ചോറ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് ചോറിലേക്കൊന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് കഴിച്ചു നോക്കാം.
ഓ സ്പെഷ്യൽ പച്ചടി വന്നിട്ടുണ്ട് കേട്ടോ. ബീട്രൂട്ട് പച്ചടി. ഓ പച്ചടി രക്ഷയില്ല. പച്ചടി വന്നപ്പോൾ ടേസ്റ്റ് കൂടി ഉണ്ടാവും ചോറിന്. നല്ല പച്ചടി കേട്ടോ. മത്തി നമ്മൾ കഴിക്കാൻ വിട്ടുപോയി. മത്തി നല്ല മുരിച്ച് പൊരിച്ചുകൊണ്ട് ഇതാ ഇങ്ങനെ കഴിക്കാം. മാന്ത ഉണ്ട്. അയ്യോ മാന്ത നമ്മൾ നോക്കി ചിരിക്കുകയാണ്. മാന്ത കണ്ടില്ല കേട്ടോ. വലുതിനാണ് നങ്കെന്ന് പറയാം. കാച്ചിയ പോലെ കേട്ടോ. ചോദിച്ച് വാങ്ങണം. ഇത് സ്പെഷ്യൽ സാധനമാണ്. ഒരു രക്ഷ കേട്ടോ. മീൻ പൊരിച്ചതും ചോറും കറിയും കാച്ചിയ മോരും തൈരുണ്ടേ. ഇവിടെ വരുമ്പോൾ കുറച്ച് സമയം എടുത്തിട്ട് വരണം കേട്ടോ. പെട്ടെന്ന് കഴിച്ചിട്ട് പോകാൻ പറ്റില്ല. ഇതെല്ലാം കഴിക്കണ്ടേ. ഇത് കഴിഞ്ഞാൽ പായസമുണ്ട്. ഗോതമ്പ് പായസമുണ്ട്, അടപ്രഥമനുണ്ട്. ഇത് അടപ്രഥമനാണ്. അപ്പോൾ ഇതൊക്കെ കഴിച്ച് ചെയ്യട്ടെ. കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പരിപാടി നോക്കാം. ഇതാ ഒരു കാന്താരി കിട്ടിയിട്ടുണ്ടേ. കുറേ സാധനമെല്ലാം ഉണ്ട്. ആകെ കൺഫ്യൂഷനാണ്. മട്ടൻ ഉണ്ട്, മട്ടൻ ചാപ്സ് കേട്ടോ. ഇതാ ഒന്നും പറയില്ല. അടിപൊളി കഴിച്ചിട്ട് നല്ല ഫുഡ്. ഞാൻ ഏറ്റവും കൂടുതൽ കഴിച്ചത് മീനാണ്. കാരണം മീൻ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലഞ്ച് ഹൗസിൽ വരിക. തലശ്ശേരിൻ്റെ ഹൃദയഭാഗത്ത് തന്നെയാണ് BMB സ്കൂളിൻ്റെ മുമ്പിൽ, പഴയ ബസ് സ്റ്റാൻഡിൽ. അതെ. ഇത് എത്ര മണിക്ക് നിങ്ങൾ തുടങ്ങുന്ന? 11 മണിക്ക് ഷാർപ്പിന് സ്റ്റാർട്ട് ആവും. ഓൾമോസ്റ്റ് ഇത്ര അധികം ഇല്ലെങ്കിലും എന്തായാലും ഒരു 10-15 ടൈം തുടങ്ങുക. ബിരിയാണി ഉണ്ട് അല്ലേ? ബിരിയാണി, ലഗോൺ ബിരിയാണി ഉണ്ട്. ബിരിയാണി ലഗോൺ വെച്ചാൽ ഇവിടെ ഫാമിലി വരുമ്പോൾ കുട്ടികൾക്കെല്ലാം ബിരിയാണി വേണമെന്നുള്ള പ്രശ്നം കൊണ്ട് ലിമിറ്റഡ് ചെയ്യുന്നു. ബിരിയാണി നമുക്ക് നെക്സ്റ്റ് ടൈം ട്രൈ ചെയ്യാം. ഇത് കഴിച്ചിട്ട് തീരണ്ടേ? ഫിഷ് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ കിടക്കാണ്. അതുപോലെ മട്ടൺ കിടക്കാണ്, ചിക്കൻ കിടക്കാണ്, ബീഫ് കിടക്കാണ്. അപ്പൊ ഇത്രയും ഐറ്റംസ് മുമ്പിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ ബിരിയാണി സ്പേസ് ഇല്ല. ഒരു ദിവസം നമുക്ക് വരാം അല്ലേ? മനസ്സിലായ മനസ്സിലായ ആൾക്കാർ താഴെ കമന്റ് ഇടാം. ബാക്കി പറയിക്കോളൂ. അപ്പം ബാക്കിയുള്ള ഫുഡ് നമ്മൾ പാർസലാക്കിയിട്ടുണ്ട്. കാരണം കംപ്ലീറ്റ് കഴിച്ച് തീരുന്നില്ല. അപ്പം ലൊക്കേഷൻ ഞാൻ ഒന്നും കൂടി പറയാം. ഇത് നമ്മുടെ പഴയ ബസ് സ്റ്റാൻഡാണ്. നമ്മുടെ BMB സ്കൂൾ ഉണ്ടോ? അതാ BMB സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പഴയ BFC ഇല്ലേ, അതായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നല്ല വെയിലൊക്കെ ആയിട്ടുണ്ട്, ചൂടാണ്. അപ്പോൾ നെക്സ്റ്റ് സ്പോട്ടിലേക്ക് വണ്ടി വിടാം. ഓക്കെ, ബൈ ബൈ.